അതാണ് അതിൻ്റെ സത്യം. ഇപ്പം പെട്ടെന്ന് സപ്ലൈ പോയി, അപ്പോൾ അതിനെ മാനുവലാക്കണം, അതിനൊരു 10 മിനിറ്റ് എടുക്കും. ആ സമയം അവർ പറഞ്ഞ വെച്ചാൽ അവർക്ക് തൊഴിലറിയാത്തതുകൊണ്ടാണെന്നേ പറയും, അങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷെ അതല്ലാതെ ഈ മെഷീന് പ്രശ്നമല്ലേ? അത് ഏതായിരുന്നാലും നമ്മൾ അതാ പറഞ്ഞ അവരിറങ്ങുന്നവരെ നമ്മൾ പക്കയായിട്ട് നിന്നേ പോയി. തിരിച്ച് ഈ വിശ്വാസത്തിൻ്റെ ഇത് പറയണമെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, കരിനാളെന്ന് പറഞ്ഞിട്ട് കോഴിയെ കൊണ്ടുവരിക, മുട്ട പൊട്ടിച്ചൊഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാനൊരു ഇതായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇത് തിരുവനന്തപുരത്ത് മാത്രമുള്ള ഒരു സംവിധാനം ഈ കരിനാളെന്ന് പറയുന്നത്. പക്ഷേ ദോഷം ഉണ്ടാവും. അതിപ്പോൾ ഈ പരശുരാമ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൂജയുടെ കൂട്ടത്തിൽ ബലിയൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു പോകാന്നുള്ള കാര്യങ്ങളാണ് സാധാരണ ഉള്ളത്. ഈ കോഴി എന്ന് പറയുന്നതിൽ കാര്യമില്ല, ഇവിടെ വിട്ടാൽ അതില്ലേന്നാണ്, തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കരിനാളിന് ഈ ദോഷങ്ങൾക്ക് അപ്പോഴും ഈ 16 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൽ കയറാം. അതുവരെ ഉള്ളത് പറയുന്നത് ഗരുഡ പുരാണം എന്ന് പറഞ്ഞ ബുക്കിൽ ഞാൻ വായിച്ചതാണ്. കാന്താരിയും കടുകും തലയ്ക്ക് ഒഴിഞ്ഞ് ബോഡിയുടെ തലയ്ക്ക് ഇത് വരുന്ന കർമ്മം ചെയ്യുന്ന ആളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് ബോഡിയിലിട്ട് കത്തിക്കാൻ പറയണം ദോഷം തീരാനായിട്ട്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ശനിയാണ് എന്നാണ് അവർ പറയുന്നതാണ്, വിശ്വാസം കൊണ്ട് പറഞ്ഞല്ല. ശനിയുടെ ഇതുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത്. ശനിയുടെ ഇതെന്ന് പറയുന്നത് കാക്ക തൊടാത്ത 2 ഐറ്റം എന്ന് പറയുന്നത് കാന്താരി മുളകും കടുകും. അത് നമ്മൾ ചിന്തിച്ചാൽ ശരിയാണത്. ഇത് രണ്ടുമാണ് തലയ്ക്ക് ഒഴിഞ്ഞിടാൻ പറയുന്നത്. കാക്ക ഇത് എടുക്കില്ല എന്നാ പറയുന്നത്. ഞാനും ആലോചിച്ചപ്പോൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല.